നമസ്കാരം. ലോകം ഏറെ ആകാംക്ഷയോടെയും അതിലേറെ ഭീതിയോടുകൂടിയും ഉറ്റുനോക്കിയിരുന്ന ഒന്നായിരുന്നു കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ നടന്ന അമേരിക്ക ഇറാൻ സമാധാന ചർച്ച. ഈ ചർച്ചയിൽ എല്ലാ കാര്യങ്ങളിലും ഒരു അന്തിമ തീരുമാനമുണ്ടാകുമെന്നും യുദ്ധം അവസാനിക്കുമെന്നും തന്നെയാണ് വലിയൊരു വിഭാഗം ജനങ്ങൾ കണക്കൂട്ടിയിരുന്നത്. എന്നാൽ എല്ലാ കണക്കൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് ഈ ചർച്ച പരാജയപ്പെടുകയായിരുന്നു. 1979 ഇറാനിലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം അമേരിക്കയും ഇറാനും നേരിട്ട് നടത്തുന്ന ആദ്യ ചർച്ചയായിരുന്നു ഇത്. അതായത് എത്രയോ പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ചർച്ച നടത്തുന്നത്. ഈ ചർച്ച പരാജയപ്പെടാൻ കാരണം എന്താണ് എന്ന ചോദ്യം നാലുപാടും ഉയരുന്നുണ്ട്. ഇതിന് മറുപടിയായി ഇറാൻ ആദ്യം പറഞ്ഞത് ഈ ചർച്ചയിൽ, അതായത് അമേരിക്കയും ഇറാനും തമ്മിൽ ഇസ്ലാമാബാദിൽ നടന്ന ചർച്ചയിൽ മൂന്നാമതൊരു കക്ഷിയുടെ ഇടപെടലുണ്ടായി എന്നാണ്. ഇതിനെ കുറിച്ച് കൂടുതൽ വിശദീകരിച്ചുകൊണ്ട് ഇറാനിലെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അഗ്രാച്ചി പറഞ്ഞത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഒരു ഫോൺ കോളാണ് ഈ ചർച്ച മൊത്തത്തിൽ പൊളിച്ചത് എന്നാണ്. ചർച്ചകൾ വളരെ സുഗമമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അമേരിക്ക മുന്നോട്ട് വെച്ച പല നിർദ്ദേശങ്ങളോടും തങ്ങൾക്ക് യോജിപ്പുണ്ടായിരുന്നു. തങ്ങളുടെ ചില നിർദ്ദേശങ്ങളോടും അവരും യോജിപ്പൊക്കെ പ്രകടിപ്പിച്ചിരുന്നു എങ്കിൽ പോലും ചില മേഖലകളിൽ യോജിപ്പിലെത്താൻ കഴിയാത്തൊരവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ആണവ നിരായുധീകരണം, അതുപോലെ ഹോർമുസ് കടലിടുക്കിൻ്റെ വിഷയം, അങ്ങനെ കൂടുതൽ ചർച്ചകൾ വേണ്ടി വരുന്ന ചില ഘട്ടങ്ങളിലേക്ക് കടന്നു ചെന്നപ്പോഴാണ് ചർച്ചയിൽ പങ്കെടുത്തിരുന്ന അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിന് ഒരു ഫോൺ കോൾ എത്തിയത്. ആ ഫോണിൻ്റെ മറുവശത്ത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണ് ഇറാൻ ആരോപിക്കുന്നത്. ഈ ഫോൺ കോൾ വന്നതിന് ശേഷം പിന്നീട് അങ്ങോട്ട് അമേരിക്കൻ വൈസ് പ്രസിഡന്റിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന സംഘങ്ങളുടെയും നിലപാടുകളിൽ മാറ്റം വന്നു എന്നാണ് അവർ പറയുന്നത്. വളരെ സൗമ്യമായി സഹകരണ അന്തരീക്ഷത്തിൽ നടത്തിയിരുന്ന ചർച്ചയിൽ പെട്ടെന്ന് അമേരിക്ക ഏകപക്ഷീയമായി അവരുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിച്ചു എന്നാണ് ഇറാൻ ആരോപിക്കുന്നത്. എന്നാൽ ഇസ്രായേൽ ആകട്ടെ ഇത് സംബന്ധിച്ച് സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ തന്നെ ചെയ്തിട്ടുമില്ല. ഒരുപക്ഷെ ചർച്ച നടക്കുന്ന വേളയിൽ തന്നെ ഇസ്രായേലിൻ്റെ നിലപാട് എന്താണ് എന്നറിയാൻ അമേരിക്കയ്ക്ക് ആകാംക്ഷ ഉണ്ടായിരുന്നിരിക്കാം. യുദ്ധം ആരംഭിച്ച ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ യുദ്ധം എങ്ങനെയൊന്ന് അവസാനിപ്പിച്ചാൽ മതി എന്നുള്ള ചിന്ത അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നുവെങ്കിലും ഇസ്രായേൽ ഇതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നുള്ള ആകാംക്ഷ അവർക്കുണ്ടായിരുന്നു. മാത്രവുമല്ല, അമേരിക്ക ഒരുപക്ഷെ യുദ്ധം നിർത്തിയാലും ഇസ്രായേൽ യുദ്ധം തുടരാൻ തന്നെയായിരുന്നു സാധ്യത. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സന്ദർഭത്തിലാണ് ഈ ചർച്ച ഇപ്പോൾ നടക്കുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാനെ പൂർണ്ണമായും തകർക്കുക എന്നുള്ളത് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലൊന്നാണ്. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒരു താൽക്കാലിക പഠനത്തിലാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഹോർമുസ് കടലിടുക്ക് തങ്ങൾ ഉപരോധിക്കും എന്ന് തന്നെയാണ്. അതായത് ഇനി ഇതുവഴി ഇറാനിലേക്ക് ഒരു കപ്പലും കടന്നു പോവുകയോ ഇറാനിൽ നിന്നുള്ള കപ്പലുകൾ പുറത്തേക്ക് വിടുകയോ ചെയ്യുകയില്ല എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. ചുരുക്കത്തിൽ ചർച്ച പൊളിഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. പക്ഷേ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഇസ്രായേൽ തന്നെയാണോ, അല്ലെങ്കിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഫോൺ കോൾ തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സ്ഥിരീകരണമില്ല എങ്കിൽ പോലും ഇറാൻ ഇപ്പോഴും ആരോപിക്കുന്നത് ഈ ചർച്ച പൊളിച്ചതിൻ്റെ പിന്നിൽ ഇസ്രായേലിൻ്റെ കുബുദ്ധിയായിരുന്നു എന്ന് തന്നെയാണ്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അഗ്രാച്ചി സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്, ഞങ്ങൾ സമാധാന കരാറിൻ്റെ ഇഞ്ചുകൾ അടുത്ത് വരെ എത്തിയിരുന്നത്, അതായത് തൊട്ടടുത്ത് എത്തിയിരുന്നതാണ്, അപ്പോഴാണ് ഇതെല്ലാം അട്ടിമറിച്ച ആ ഫോൺ കോൾ വന്നത് എന്നാണ്. അങ്ങനെ മൊത്തത്തിൽ സംഗതി തകടം മറിയുകയും അമേരിക്ക അവരുടെ നിലപാട് വീണ്ടും കർശനമാക്കുകയും അങ്ങനെ ചർച്ച തീരുമാനമാകാതെ പിരിയുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ അഗ്രാച്ചിയും കുറ്റപ്പെടുത്തുന്നത്. ഇറാൻ്റെ ആണവ പ്രവർത്തനങ്ങൾ മരവിപ്പിച്ച നടപടി, അതുപോലെ ഇറാൻ്റെ ആസ്തികൾ വിവിധ രാജ്യങ്ങളിലുള്ളത് മരവിപ്പിച്ച നടപടി തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളിൽ അത് പിൻവലിക്കണം എന്ന് ഇറാൻ ആവശ്യപ്പെട്ടപ്പോൾ അമേരിക്ക ആദ്യഘട്ടത്തിൽ അതിനോട് അനുകൂല നിലപാട് സ്വീകരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ഈ ഫോൺ കോളിന് ശേഷമാണ് അമേരിക്ക വളരെ പെട്ടെന്ന് തന്നെ നിലപാട് മാറ്റുകയും തങ്ങൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിൽ പിടിവാശിയോടുകൂടി നിൽക്കുകയും ചെയ്തത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. മാത്രമല്ല, അഗ്രാച്ചി ആരോപിക്കുന്നത് ഈ ചർച്ചയിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള വിഷയങ്ങളാണ് ചർച്ച ചെയ്തത് എങ്കിൽ പോലും ചർച്ചയ്ക്കിടെ അമേരിക്ക ഇസ്രായേലിൻ്റെ താല്പര്യങ്ങളിലേക്ക് ഈ ചർച്ച വഴിതിരിച്ചു കൂടാൻ ശ്രമിച്ചു എന്നുമാണ്. അതായത് ഇസ്രായേലിന് നേർക്ക് ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും ആയിരിക്കാം ഇതിലൂടെ അമേരിക്ക പരാമർശിച്ചിട്ടുള്ളത്. അക്കാര്യം ഇവിടെ ചർച്ച ചെയ്യാൻ ഇപ്പോൾ പറ്റില്ല എന്നുള്ള നിലപാട് ഒരുപക്ഷെ ഇറാനും സ്വീകരിച്ചിരിക്കാം. അങ്ങനെ ഇരു കൂട്ടരും ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ കടുത്ത നിലപാടുകൾ സ്വീകരിച്ച പശ്ചാത്തലത്തിൽ തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഈ ചർച്ച പൊളിഞ്ഞത്. അതിന് നെതന്യാഹുവിൻ്റെ ഫോൺ കോളും ഒരു കാരണമായി എന്ന് തന്നെ വേണം കരുതാൻ. കാരണം ഒരു കാരണവശാലും ഇത് ഒത്തുതീർപ്പുണ്ടാക്കാൻ ഇസ്രായേലിന് താല്പര്യമില്ല. പ്രത്യേകിച്ച് നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇതിനോടൊക്കെ തന്നെ അനുകൂല നിലപാടെടുത്താൽ അത് പക്ഷേ തൻ്റെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുമെന്നും അദ്ദേഹം ഭയപ്പെടുന്നുണ്ടാകാം. ഏതായാലും ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കൂടുതൽ സ്ഥിതിഗതി രൂക്ഷമാവുകയാണ്. ആ മേഖല ഉടനീളം തന്നെ ഇറാൻ മൈനുകൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ഈ മൈനുകൾ നീക്കം ചെയ്യുന്നതിന് വേണ്ടി അമേരിക്ക അവരുടെ 2 യുദ്ധക്കപ്പലുകൾ അയച്ചിട്ടുണ്ട്. അവരുടെ അണ്ടർ സീ അല്ലെങ്കിൽ സമുദ്രത്തിന് അടിയിൽ പ്രവർത്തിക്കുന്ന ഡ്രോണുകൾ, ഹെലികോപ്റ്ററൊക്കെ ഉപയോഗിച്ച് ഈ മൈനുകൾ നീക്കം ചെയ്യാൻ ശ്രമം നടക്കുന്നതായി പറയപ്പെടുന്നുണ്ട്.
എത്ര മൈനുകളാണ് ഇവിടെ വിതറിയതെന്ന് ആർക്കും അറിയില്ല. ഏതാണ്ട് 6000-ഓളം മൈനുകൾ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. തങ്ങൾ എവിടെയൊക്കെയാണ് ഈ മൈനുകൾ സ്ഥാപിച്ചത് എന്നുള്ള കാര്യത്തിൽ ഇറാന് പോലും ഇപ്പോൾ ഒരു കൃത്യമായ നിശ്ചയമില്ല എന്നുള്ള വാർത്തയും ഞെട്ടിപ്പിക്കുന്ന കാര്യം. ഇതിന് പുറത്തുകൂടി ഏതെങ്കിലും കപ്പൽ കടന്നു പോയാൽ വലിയ തോതിലുള്ള സ്ഫോടനം അതുണ്ടാക്കും. ഏതാണ്ട് 800-ഓളം കപ്പലുകളാണ് ഇപ്പോൾ ഹോർമുസ് കടലിടുക്കിന് ചുറ്റും ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കഴിയാതെ കെട്ടിക്കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയൊക്കെ മാറ്റിയെടുക്കണമെങ്കിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു വ്യക്തമായ ധാരണയുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകണമെന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. ഏതായാലും ഇസ്ലാമാബാദിൽ വന്ന ചർച്ചയിലെല്ലാം ഒരു ശുഭപര്യവസായി ആകും എന്നാണ് എല്ലാവരും കരുതിയത്. എങ്കിൽ പോലും ചർച്ച എങ്ങും ആകാതെ പിരിഞ്ഞതിൻ്റെ പിന്നിൽ നെതന്യാഹു തന്നെയായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരുപക്ഷെ ഇസ്രായേലിൻ്റെ പ്രതികരണം വലിയ താമസിയാതെ ഉണ്ടാകും എന്നാണ് കരുതപ്പെടുന്നത്.